ദാവീദിന്റെ പാപത്തിന് ശേഷം ഇതേ പാപം തന്നെ തലമുറകളില് അമ്നോൻ എന്ന് പറഞ്ഞ മകന്, അബ്സലോം എന്ന് പറഞ്ഞ മകന് ഇതേപോലെ തുടരുകയാണ്. രക്ഷകത്വ സ്ഥാനത്തുള്ളവര് മക്കളെ പാപത്തിന് പ്രേരിപ്പിച്ച് മദ്യം കൊടുത്ത് വളർത്തുക. ഒരു വീട്ടിലെ അപ്പനാണ്, കുടിക്കുന്ന സമയത്ത് പെൺകൊച്ചിന് കൊടുത്തതാണ്. അപ്പം കുടിക്കുമ്പോൾ അതിന്റെ പങ്കാളിയാകാൻ വേണ്ടി അടപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പം കുടിക്കുമ്പോൾ അപ്പന്റെ കൂട്ടത്തിൽ കൂട്ടുചേരാൻ വേണ്ടി, കൊച്ചിത്രയും ചെറുതല്ലേ, അതിന് ഇത്രയും കഴിക്കാൻ പാടില്ല. അപ്പനോടൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അപ്പൻ ഗ്ലാസിന്റെ അകത്ത് കഴിക്കും, മകൾക്ക് അടപ്പിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കും. ഈ പെൺകൊച്ചിന് പിന്നെ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെൺകൊച്ചിന് മദ്യമില്ലാതെ, രക്ഷകത്വ സ്ഥാനത്തുള്ളവര് പാപത്തിന് പ്രേരിപ്പിക്കുക, ചില തെറ്റായ ബന്ധങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കുക, ചില പാപബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിലൂടെ ആ കുടുംബത്തിന്റെ മേലെ പൈശാചിക ശക്തി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം തന്നെ ചില വ്യക്തികളെ പീഡിപ്പിക്കാൻ പിശാചിന് അനുവാദം കൊടുക്കും. നമ്മൾ തന്നെ സ്വയമായിട്ട് പിശാചിനെ വിളിച്ചു വരുത്തും. രക്ഷകത്വ സ്ഥാനത്തുള്ളവരിലൂടെ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ.